ഹായ് ഓൾ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ 3-hinge സിമെട്രിക് പാരബോളിക് ആർച്ച് ഓഫ് സ്പാൻ 60 മീറ്റർ ആൻഡ് റൈസ് 12 മീറ്റർ. ഓക്കെ, അപ്പം 3-hinged ആണ് ആർച്ച്, സിമെട്രിക് ആണ്. ഓക്കെ, 3-hinged സിമെട്രിക് പാരബോളിക്. ഓക്കെ, ആർച്ച് ഓഫ് സ്പാൻ 60 മീറ്റർ. അപ്പോൾ എൽ എന്ന് പറയുന്നത് 60 മീറ്റർ, റൈസ് സ്മോൾ ലെറ്റർ ആർ സെൻട്രൽ റൈസ് ആണ് 12 മീറ്റർ. ഈ സബ്ജക്റ്റഡ് ടു എ concentrated load of 40 kN acting at 10 meter from its left support. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് 40 kN എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് ഇൻറ്റൻസിറ്റി 10 kN per meter. അപ്പോൾ അതിൽ UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 kN per meter ആണ്. ആക്ടിങ് ഓവർ ഇറ്റ്സ് എൻറ്റയർ റൈറ്റ് ഹാഫ് പോർഷൻ. അപ്പോൾ ആ ആർച്ചിൻ്റെ റൈറ്റ് ഹാഫ് ഫുള്ളായിട്ട് 10 kN per meter എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രോ ദ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം. അപ്പം ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ, ഗിവൺ ഡാറ്റാസൊക്കെ. ഓക്കെ, നമുക്കപ്പം ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. 3-hinged എ ബി സി എന്ന് പറയുന്ന പോയിന്റുകളിൽ ഹിഞ്ച്ഡ് ആണ്. ഇതിൻ്റെ സ്പാൻ എൽ എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. ഇവിടെ എ, അവിടെ നമ്മൾ രണ്ട് സപ്പോർട്ട്, എ ബി രണ്ട് സപ്പോർട്ട്, അവിടെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്തു, VAH VBH. ഓക്കെ, HAയും HB ഈക്വൽ ആയതുകൊണ്ട് H എന്ന് പറഞ്ഞിട്ടേ പേര് കൊടുത്തിട്ടുള്ളൂ. ഇനി സെൻട്രൽ റൈസ് എന്ന് പറയുന്ന 12 മീറ്റർ ആണ്. ഇപ്പം നമുക്ക് ലോഡിങ് തന്നിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് 40 kN പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ റൈറ്റ് ഹാഫിൽ ഫുള്ളായിട്ട് UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 60 മീറ്റർ ആണ് ടോട്ടൽ സ്പാൻ. അപ്പോൾ അതിൻ്റെ റൈറ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ 30 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 10 kN per meter ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് 40 kN ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇപ്പം UDL ഉള്ള പോർഷനിലാണെങ്കിൽ ആ UDLൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബെൻഡി മൊമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഇതിനെ പോയിന്റ് ലോഡാക്കി മാറ്റുമ്പോൾ ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇതിൻ്റെ സെൻട്രലായിട്ട് അല്ലേ, 15 ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, അതായത് ആ UDL ആക്ട് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ്, ആർച്ചിൽ വരുന്ന പോയിന്റ് എ ബി രണ്ട് സപ്പോർട്ടിൽ, സി എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റ്, പിന്നെ 40 kN ആക്ട് ചെയ്യുന്ന പോയിന്റ് ഡി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതേപോലെ ഈ UDL ആക്ട് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോയിന്റ് ഇ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ടാണ് ഡി വരുന്നത്. അതേപോലെ ഇ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ടാണ്, അതായത് 30 മീറ്ററിൻ്റെ ഹാഫിൽ. ഓക്കെ, അപ്പം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വേണം അല്ലേ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ റൈസ് വേണം. ആ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും. അപ്പോൾ ഞാനിവിടെ അതിന് YD YE എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. ഓക്കെ, ഫിഗർ ക്ലിയർ അല്ലേ? ഒരു കാര്യം ആലോചിച്ചാൽ മതി, UDL എടുക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സെൻട്രൽ പോയിന്റിലും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം UDL വരുന്ന കേസിൽ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് എടുക്കാം. സ്റ്റെപ്പ് 1, വെർട്ടിക്കൽ റിയാക്ഷൻസ് VA VB കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ്, സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് C ഈസ് ഈക്വൽ സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. അപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, മൊമെൻറ്റ്സ് എടുക്കുക. മൊമെൻറ്റിൻ്റെ സം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ, സപ്പോർട്ട് ആയതുകൊണ്ട്. അപ്പം മൊമെൻറ്റ് അബൌട്ട് A നമുക്ക് നോക്കാം ഫിഗറിൽ. ഇപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 40 × 10 × 30 × 15 + 30, 10 × 30 ചെയ്യുമ്പോൾ പോയിന്റ് ലോഡായി. അത് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇതിൻ്റെ ഹാഫിലാണ്. എയിലേക്കുള്ള ഡിസ്റ്റൻസ് 15 + 30. ഓക്കെ, അപ്പോൾ 45, 10 × 30 × 45. ഓക്കെ, അതേപോലെ ഇവിടെ സപ്പോർട്ടിൽ VB × 60. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എയിലേക്ക്. അപ്പോൾ -VB × 60. അപ്പോൾ 40 × 10 + 10 × 30 × 15 + 30 -VB × 60 is equal to 0. Summation of moment about A is equal to 0. 40 × 10 + 10 × 30 × 30 + 15, that is 45.
minus VB into 60 equal to 0. 400 plus 13,500 minus VB into 60 is equal to 0 കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VB is equal to 400 plus 13500 by 60, that is equal to 231.67 kilonewton എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, VB is equal to 231.67 kilonewton. ഇനി VA കണ്ടുപിടിക്കാൻ വേണ്ടി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പം വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സസ് ഒന്ന് VA ഒന്ന് VB, അതായത് റിയാക്ഷൻസ് മേലോട്ടാണ്. അപ്പം VAയും VBയും പ്ലസ്സിലെടുത്തു. പിന്നെയുള്ള ലോഡ് 40 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10 kilonewton per മീറ്ററിൻ്റെ UDL 30 മീറ്റർ സ്പാനിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പം 10 into 30. അപ്പം VA -40 -10 into 30 പ്ലസ് VB. VAയും VB മേലോട്ടായതുകൊണ്ട് പ്ലസ്, മറ്റേ രണ്ട് ലോഡും താഴോട്ടായതുകൊണ്ട് മൈനസ്. VA is equal to 40 plus 300 minus 231.67 കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 108.33. VA is equal to 108.33 kilonewton എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സ്റ്റെപ്പ് 2 ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് അബൌട്ട് C എടുക്കുക, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C എന്താ, is equal to 0. അവിടെ ഹിഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ടേക്കിംഗ് മൊമെൻറ്റ് ഫ്രോം ലെഫ്റ്റ് MC is equal to 0. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം ഫിഗറിൻ്റെ അകത്തുനിന്ന്. VA into 30 minus H into 12 minus 40 into 30 minus 10, അതായത് 20 is equal to 0 എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, VA into 30 minus 40 into 20 minus H into 12. അപ്പോൾ MC is equal to 0. VA into 30 minus H into 12 minus 40 into 20 is equal to 0. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 108.33 into 30 minus 800 divided by 12 is equal to H എന്ന് കിട്ടും. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H is equal to 204.158 kilonewton എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷനും നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സ്റ്റെപ്പ് 3 ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻ്റ് ബീം. ഓക്കെ, ഇക്വലൻ്റ് ബീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കേട്ടത്? അതായത് ആർച്ചിൽ ഇപ്പം എന്താണ് ആക്ട് ചെയ്യുന്ന അതേ ലോഡ് അല്ലേ. ഇപ്പം നോർമൽ ഒരു ബീമിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ ലോഡ് അതേ ഡിസ്റ്റൻസിൽ, ഇപ്പോൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്, അതാണ് ഇക്വലൻ്റ് ബീം എന്ന് പറഞ്ഞാൽ. ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ ലോഡ് സ്ട്രെയിറ്റ് ആയിട്ട് അതേ സ്പാനിൽ അതേ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് ബീമിൽ ആക്ട് ചെയ്യുന്നതാണ് ഇക്വലൻ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വലൻ്റ് ബീം വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് AB, ഓക്കെ, രണ്ട് എൻഡിലും സപ്പോർട്ടുണ്ട്. C എന്ന് പറയുന്ന പോയിൻ്റ് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ റൈറ്റ് ഹാഫിൽ 10 kilonewton per meter എന്ന് പറയുന്ന ലോഡ് വരുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ A എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് 40 kilonewtonൻ്റെ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സ്പാൻ 60 മീറ്റർ, ഇവിടെ 10 മീറ്റർ, ഇവിടെ E എന്ന് പറയുന്ന ഒരു പോയിൻറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. അത് റൈറ്റ് സൈഡിൽ നിന്ന് 15 മീറ്റർ അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ട്. ഓക്കെ, ഇതാണ് ഇക്വലൻ്റ് ബീം. ആ ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ ലോഡുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീമിൽ, ഓക്കെ, ആ ലോഡിൻ്റെ പൊസിഷൻ ആർച്ചിലുള്ള അതേ ഡിസ്റ്റൻസുകളിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ സ്ഥലത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് A എന്താണ്, 0 ആണ് അല്ലേ, കാരണം സപ്പോർട്ടാണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് D എന്ന് പറയുമ്പോൾ VA into 10. VAൻ്റെ വാല്യൂ 108.33 into 10. അപ്പം 1083.3 kilonewton മീറ്ററാണ് MDയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് D. ഓക്കെ, ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C എന്ന് പറയുന്ന സെൻറ്റർ പോയിൻറ്റ്. അപ്പോൾ VA into 30 ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ, 60ൻ്റെ ഹാഫിലാണ് C ഉള്ളത്. അപ്പോൾ VA into 30 മൈനസ് 40 into ഈ ഡിസ്റ്റൻസ് 20 അല്ലേ, കാരണം ഹാഫ് വരെ 30 ആണ്. 30 minus 10 20, അപ്പോൾ -40 into 20. അപ്പം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2449.99 എന്ന് കിട്ടും. അപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 2450 kilonewton meter എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് MC is equal to 2450 kilonewton meter. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് E, അത് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ VB into 15 minus 10 into 15 into 15/2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ ഇത് ഡയറക്ഷൻ മാറി. റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് നെഗറ്റീവാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ. വി ബി ഇൻറ്റു 15 മൈനസ് 10 ഇൻറ്റു 15 ഇൻറ്റു 15/2. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2350 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. ബി എന്ന് പറയുന്നത് എവിടെയാണ്? സപ്പോർട്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 5 പോയിന്റിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ബെൻഡിങ് മൊമെൻറ്റ് at A is equal to 0, bending moment at D is equal to 1083.3 kilonewton meter, bending moment at C is equal to 2450 kilonewton meter, bending moment at E is equal to 2350 kilonewton meter, bending moment B is equal to 0. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീം, അതായത് ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സ്റ്റെപ്പ് 3 ഈസ് ഓവർ. ഓക്കെ, സ്റ്റെപ്പ് 4 ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഇക്വലൻറ്റ് ബീം കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അല്ലേ, ഹൊറിസോണ്ടൽ റിയാക്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും മാർച്ചിൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും കൂടി വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അതും കൂടി നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇതിൽ കണ്ടുപിടിക്കുക. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കുന്നവരെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ളത് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0, കാരണം സപ്പോർട്ടാണ് അല്ലേ. അവിടെ വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. കാരണം അവിടെ ഡിസ്റ്റൻസ് ഇല്ല, ഹൊറിസോണ്ടൽ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, സപ്പോർട്ടാണ്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് ഓരോരോ സ്ഥലത്ത് വരുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഫിഗർ നോക്കി എഴുതാം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എച്ച് ഇൻറ്റു വൈ ഡി. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു സൈൻ നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ആ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. എച്ച് ഇൻറ്റു ആ ഡിസ്റ്റൻസ് മാത്രം. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇവിടെ നോക്കിയാൽ മതി. കാരണം നമ്മൾ ഇക്വേഷൻ, അതായത് ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റും ഇക്വലൻറ്റ് ബീമിലെ ബെൻഡിങ് മൊമെൻറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതായത് ഇക്വലൻറ്റ് ബീമിൽ വരുന്ന ഒരു കറസ്പോണ്ടിങ് പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് മൈനസ് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം ആ പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് ആ കറസ്പോണ്ടിങ് പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ മൈനസാണ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ മൈനസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ മൈനസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഡിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് നോക്കാം, എച്ച് ഇൻറ്റു വൈ ഡി. സിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എച്ച് ഇൻറ്റു 12. ഇയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എച്ച് ഇൻറ്റു വൈ ഇ. ഓക്കെ, ബിയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ ഡി. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 204.158 ആണ്. അപ്പോൾ ഇൻറ്റു വൈ ഡി. അപ്പോൾ വൈ ഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4rx ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എൽ സ്ക്വയർ. അപ്പോൾ 4 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 12 ആണ്. എക്സ് 10 മീറ്റർ മാറിയിട്ടാണ് ഡി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഇൻറ്റു എൽ മൈനസ് എക്സ്, എൽ 60 മൈനസ് 10 ഡിവൈഡ് ബൈ 60 സ്ക്വയർ ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.6667 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 6.667 മീറ്റർ. നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി, വൈ ഡി നമുക്ക് കിട്ടി. എം ഡി 204.158 ഇൻറ്റു 6.667 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1361.06 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എം ഡി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 1361.06 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി എം സി എന്ന് പറയുമ്പോൾ എച്ച് ഇൻറ്റു 12, എച്ച് 204.158 ഇൻറ്റു 12. അപ്പോൾ എം സിൻ്റെ വാല്യൂ 2449.896 കിട്ടും. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പം ഈക്വലൻറ്റ് ബീമിൻ്റെ ചെയ്തപ്പം നമുക്ക് 2450 നമ്മളത് റൗണ്ട് ചെയ്തെടുത്തു, ജസ്റ്റ് 2449.9 സംതിങ് അങ്ങനെ വന്നു. ഓക്കെ, അപ്പം ശരിക്കും ഈക്വലൻറ്റ് ബീമിൻ്റെ സെൻട്രൽ പോയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം ആ സെൻട്രൽ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം സീൽ ഹിഞ്ച് ഉള്ളത് കൊണ്ട് നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അത് സെയിം ആയിരിക്കും. അപ്പം നമ്മളിവിടെ 2450 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്ത് എഴുതി. ഓക്കെ, നമുക്ക് കിട്ടും ആ പോയിൻറ്റിൻ്റെ ഒക്കെ വ്യത്യാസമാണ്. സെയിം ആയിട്ട് തന്നെ 2450 കിലോ ന്യൂട്ടൺ മീറ്റർ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ, എം ഇ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു വൈ ഇ, 204.158 ഇൻറ്റു വൈ ഇ. വൈ ഇ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4rx ഇൻറ്റു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എൽ സ്ക്വയർ അറിയാവുന്ന ഇക്വേഷനാണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 12. ആറിൻ്റെ വാല്യൂ 12, എക്സിൻ്റെ വാല്യൂ 45. നമ്മൾ ഇപ്പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ 45 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അല്ലേ, 45 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇൻറ്റു 60 മൈനസ് 45 ഡിവൈഡ് ബൈ 60 സ്ക്വയർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇ ഈസ് ഈക്വൽ ടു 9 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് എം ഇ ഈസ് ഈക്വൽ ടു 204.158 ഇൻറ്റു 9, 1837.4 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി 0 സപ്പോർട്ട് ആയതുകൊണ്ട്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ 0 കിട്ടി, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി 1361.06 കിട്ടി, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി 2450 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ 1837.4 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടി, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി 0. നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖാന്തരമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസും അതുപോലെ ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസും വെച്ച് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആർച്ച് ഒന്നും കൂടി എടുത്ത് വരച്ചു, എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ പോയിൻ്റ് ഇപ്പോൾ എ ഡി സി ഇ ബി എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ രണ്ടിലും, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചപ്പോഴും അതുപോലെ തന്നെ ഇക്വലൻറ്റ് ബീമിലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചപ്പോഴും നമ്മൾ എ ഡി സി ഇ ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിലെ ബെൻഡിങ് മൊമെൻറ്റ്സാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, ഈ ആർച്ചിൽ നിന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഡോട്ടഡ് ലൈനിൽ ഈ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതിലൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ടെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ആദ്യം നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഇക്വലൻറ്റ് ബീം വരയ്ക്കാം. ഓക്കെ, ഇത് എ ഡി സി ഇ ബി. ഓക്കെ, എല്ലാ പോയിൻറ്റ്സും ഇതിൽ താഴെ മാർക്ക് ചെയ്തു. ഇതാണ് ബേസ് ലൈൻ. ഓക്കെ, നമുക്ക് ഇക്വലൻറ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി 1083.33, അത് മാർക്ക് ചെയ്തു, ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി 2450 കിലോ ന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ 2350 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതാണ് 2350 കിലോ ന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി 0. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് ആദ്യം ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇവിടെ പോയിൻറ്റ് ലോഡ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. എ നിന്ന് ഡിയിലേക്ക് പോയിൻറ്റ് ലോഡാണ് ഇവിടെ ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. അപ്പോൾ എ നിന്ന് ബെൻഡിങ് മൊമെൻറ്റ് വാരി ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുന്നത് 2450 ആണ്. അപ്പോൾ ഇതും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെയായിരിക്കും വേരിയേഷൻ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് 2450 വരച്ചു. ഇനി അടുത്ത ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പോയിൻ്റാണ് ഇ. അപ്പോൾ ഇയിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2350 ആണ്. അപ്പോൾ ഇതിൻ്റെ മേലെ വരുന്ന ലോഡ്, അതായത് റൈറ്റ് ഹാഫിൽ ഫുള്ളായിട്ട് യു ഡി എൽ വരുന്നതുകൊണ്ട് പാരബോളിക് ആയിട്ടാണ് വേരി ചെയ്ത് പോവുക. അപ്പോൾ 2450 എന്നത് 2350 വന്നിട്ട് 0 വന്നു. ഓക്കെ, 2450 അടുത്ത് വരുന്ന വാല്യൂ, അപ്പോൾ അതിനോട് ചേർന്നിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കയറി അധികം താഴ്ചയിൽ പോവില്ല. 2350 എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ അധികം താഴോട്ട് പോവാതെ 2350 അവിടുന്ന് പാരബോളിക്കായിട്ട് ബിയിൽ വന്ന് അവസാനിച്ചു. അപ്പം അതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് ബീം. ഇത് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് ബീമിൻ്റെ ഡയഗ്രാമാണ് ഇതും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കൂടി ഇതിൽ വരയ്ക്കണം. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ആദ്യം നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ എം എ ഈസ് ഈക്വൽ ടു 0. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി എം ഡി ഈസ് ഈക്വൽ ടു 1361 ആണ്. അപ്പോൾ 1361 1083 അധികമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലെ വേണം മാർക്ക് ചെയ്യാൻ, അത് മാർക്ക് ചെയ്തു. അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി 2450 കിലോ ന്യൂട്ടൺ മീറ്റർ, അപ്പോൾ അത് മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ 1837.4, അപ്പോൾ ഇതിനേക്കാളും താഴെയാണ്. അപ്പോൾ 1837.4 കിലോ ന്യൂട്ടൺ മീറ്റർ മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി 0. ഓക്കെ, ഇനി ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കണം. അപ്പം ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും, പാരബോളിക് കർവ് ആയിരിക്കും അല്ലേ. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 1361 പാസ് ചെയ്തു, 2450 പാസ് ചെയ്തിട്ട് 1837 0 രീതിയിലുള്ള ഒരു കേവ് ആയിരിക്കും, പാരബോളിക് കേവ്, ആർച്ച് പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് ഡയഗ്രാം വരച്ചു, അതായത് ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു, അതുപോലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു.
ഓക്കെ, ഇനി നമ്മളെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താ, ഇപ്പം ബെൻഡിങ് മൊമെൻ്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ഇക്വലൻറ്റ് ബീം മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ഇക്വലൻറ്റ് ബീം മൈനസ് എച്ച് ഇൻറ്റു വൈ എന്നാണ് ഈ സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ഇക്വലൻറ്റ് ബീം എന്ന് പറയുന്നത് 1083.33 ആണ് അല്ലേ. 1083.33 മൈനസ് 1361.06 അല്ലേ. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ വരിക, ഈ ഒരു വാല്യൂ. പക്ഷേ നെഗറ്റീവിലായിരിക്കും, മൈനസ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ബേസായിട്ട് നമ്മൾ എടുക്കുക. അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രത്തിൻ്റെ ആ ലൈനാണ് ബേസായിട്ട് എടുക്കുക. അതിൻ്റെ മേലെ വരുന്നത് പോസിറ്റീവും താഴെ വരുന്നത് നെഗറ്റീവാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെയാണ് വരുന്നത്, അപ്പോൾ അത് നെഗറ്റീവാണ്. ഇതിൻ്റെ മേലോട്ട് വരുന്നത് ഇവിടെ ഈ റൈറ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ 1837.4 ആണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ. ഇക്വലൻറ്റ് ബീമിൻ്റെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 2350 ആണ്. അപ്പോൾ ഇക്വലൻറ്റ് ബീമിൻ്റെ വാല്യൂ മൈനസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ്സിലാണ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റ് ലൈനിൻ്റെ മേലെ വരുന്നത് പ്ലസ്സിലും താഴെ വരുന്ന മൈനസിലും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ മൈനസിലായിരിക്കും. ഈ രണ്ട് വാല്യൂ തമ്മിൽ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ ഈ ഒരു കറസ്പോണ്ടിങ് സ്ഥലത്ത് വരിക. അതേപോലെ ഓരോ സ്ഥലത്തും ഇപ്പം ഈ വാല്യൂ മൈനസ് ഈ വാല്യൂ ആയിരിക്കും ഇവിടെ വരിക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലാകുമ്പം ഇതാണ് വലുത്, അപ്പം 2350 മൈനസ് ഇത്, അതുപോലെ ഇവിടുന്ന് ഇത്, അങ്ങനെ ഓരോ കറസ്പോണ്ടിങ് പോയിന്റിലും വരുന്ന ഇക്വലൻറ്റ് ബീം മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ മൈനസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ, അതാണ് ഓരോ കറസ്പോണ്ടിങ് പോയിന്റിലും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഏതാ? ഈ രണ്ട് ഡയഗ്രത്തിൻ്റെ ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ. ഇപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ മുഖേനയുള്ള ബെൻഡിങ് മൊമെൻ്റ് ലൈനാണ്. ഇത് ഇക്വലൻറ്റ് ബീമിൽ വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ലൈനാണ്. അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ അകത്ത് വരുന്ന പോർഷൻ, അതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഷെയ്ഡഡ് പോർഷൻ വരിക. അതായത് ബെൻഡിങ് മൊമെൻ്റ് വാല്യൂസ് വരുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ലൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അതിനെ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ബെൻഡിങ് മൊമെൻ്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മറ്റേത് നമ്മൾ ഓൾറെഡി ആദ്യമേ മാർക്ക് ചെയ്താണ് ബെൻഡിങ് മൊമെൻ്റ് ഡ്യൂ ടു ഇക്വലൻറ്റ് ബീം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓരോ സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്, ആർച്ചിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഓരോ സ്ഥലത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വലൻറ്റ് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ മൈനസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിൽ ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർച്ചിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ MOSൽ വരച്ചതുപോലെ തന്നെ ഏകദേശം ഒരു സ്കെയിലിൽ വരയ്ക്കണം. അതായത് ഇപ്പം ഇവിടെ 1083 ആണെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസിൻ്റെ ഡബിൾ ആയിരിക്കും, ഡബിളിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലായിരിക്കും 2450 വരിക. അപ്പോൾ അതിനനുസരിച്ച് വരച്ചോളണം. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് താഴ്ന്നിട്ടായിരിക്കും, ചെറിയ രീതിയിൽ താഴ്ന്നിട്ടായിരിക്കും 2350 വരിക. ഓക്കെ, 1837 എന്ന് പറയുമ്പം ഇതിനേക്കാളും കുറച്ചും കൂടിയും താഴ്ന്നിട്ട്. ഓക്കെ, അതേപോലെ 1361 മേലെ ആയിരിക്കണം ഈ 1837 വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കെയിൽ ഫോളോ ചെയ്യണം. അതായത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല, ഏകദേശം ഫോളോ ചെയ്യണം. അതായത് 1083 ആണെങ്കിൽ 2450 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡബിളിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ആക്യുറേറ്റ് ആയിട്ട് വേണമെന്നല്ല പറയുന്നത്, ഏകദേശം ഒരു സ്കെയിലിൽ വരയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ആർച്ചിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുന്ന ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.